ഹായ് എവരിവൺ. ജോഫ്രി ടി ചാക്കോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവി രേഖാചിത്രം. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ ക്രൈം ത്രില്ലറായിട്ടുള്ള സിനിമാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലായാലും ശരി, ഹോളിവുഡിലായാലും ശരി, ബോളിവുഡിലും ശരി, ഒക്കെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കാണുന്ന ഒരു ടൈപ്പ് സിനിമ തന്നെയാണ് ഈ ക്രൈം ത്രില്ലർ മിസ്റ്ററി, ആ ഒരു ഡ്രാമ ഒക്കെ. ഒരു കൊലപാതകം, ഒരു കേസ്, അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മിസ്റ്ററി അവസാനം പുക നീക്കി ലാസ്റ്റ് ഇങ്ങനെ വരുന്ന ആ ഒരു തരത്തിലുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പുതിയതായിട്ടൊരു ക്രൈം ത്രില്ലർ മൂവി വരുന്ന സമയത്ത് എന്താണ് ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് പുതുതായിട്ട് തരാനുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ ആവർത്തന വിരസത മാത്രമായിരിക്കും നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ത്രില്ലർ, ക്രൈം ഡ്രാമ ത്രില്ലർ തന്നെയാണ്. ത്രൂ ഔട്ട് ആ ഒരു മൂഡിൽ തന്നെയാണ് സിനിമ പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ചില സ്പെഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, ഇതിനകത്ത് ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചേരുവകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മനസ്സെന്തോ നിറഞ്ഞ ഒരു ഫീലിംഗ്, ഒരു പണ്ട് കാലങ്ങളിലേക്ക് പോയതുപോലെ, അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു 80s 90s ഒക്കെ പോയി എത്തിയതുപോലെ അന്നുണ്ടായിരുന്ന പല ആളുകളെയും, ഇപ്പൊ നമ്മൾ വിട്ടുപോയിട്ടുള്ള പല ആളുകളെയും കണ്ട് തിരിച്ചു വന്ന് അവരോടൊപ്പം ഒരു യാത്ര ചെയ്ത പോലെ ഒരു ഫീലിംഗ്. അങ്ങനെ ഒരു സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു കൊലപാതകമാണ്, ആ കൊലപാതകം അന്വേഷിക്കുന്നു, അതിന്റെ കൊലയാളികളെ കണ്ടെത്തുന്നു. ഇങ്ങനെയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, ഹീറോയിസം, പിന്നെ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ബ്രില്യൻസ്, ഇതൊക്കെ ആണല്ലോ നമുക്ക് അറിയുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ തരത്തിൽ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ കണ്ട ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇതൊരു ക്രൈം ഡ്രാമ ത്രില്ലറുമാണ്. പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഒരു കുടുംബ ചിത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നല്ല രീതിയിൽ മനസ്സ് നിറയുന്ന എന്തോ ഒരു എലമെന്റ് ഈ ഒരു സിനിമയിലുണ്ട്. അപ്പൊ അത് ഞാൻ എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ പോയി ആ സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, സ്പോയിലേഴ്സ് ആണ് അതൊക്കെ. അതുകൊണ്ട് അതിലോട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഇതൊരു ട്രീറ്റ്മെന്റ്, അതായത് ഈ സിനിമ എടുത്തിട്ടുള്ള രീതി അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ ഈ പറയുന്ന ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ക്രൈം ഡ്രാമ സിനിമ, ഒരുപാട് തരത്തിലുള്ള ക്രൈം ഡ്രാമ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ആണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്. ഇതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, ഇതിന്റെ എവിടെയും നമുക്കൊരു ലാഗ് തോന്നുന്നത് പോലും ഇല്ല. ചില സിനിമകൾ നമുക്കറിയാലോ, ക്രൈം ഡ്രാമ ആണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നീട് ഇങ്ങനെ വലിച്ചിൽ തുടങ്ങും, അതൊരു ലാഗ് ഇങ്ങനെ തുടങ്ങുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എവിടെയും അങ്ങനെ ഒരു ലാഗോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സീനുകളോ ഡയലോഗുകളോ അങ്ങനെ ഒന്നും എവിടെയും കണ്ടില്ല. ഇതിനകത്ത് പ്രധാന വേഷങ്ങൾ എത്തുന്നത് നമുക്കറിയാം ആസിഫ് അലിയും അതുപോലെ തന്നെ അനശ്വര രാജനുമാണ്. അനശ്വര രാജൻ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ള റോളുകൾ വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള റോളുകൾ. അപ്പൊ അതിൽ തന്നെ മികച്ച ഒരു റോളാണ് അനശ്വര രാജൻ ചെയ്തിട്ടുള്ളത്. ഫ്ലാഷ് ബാക്കിലെ ഒരു നായികയാണ്. ഇതിനു മുമ്പ് നമ്മൾ അനശ്വരനെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഫ്ലാഷ് ബാക്കിലെ ഒരു നായികയായിട്ട്. ഇതിലും അങ്ങനെ തന്നെയാണ്, ഫ്ലാഷ് ബാക്കിലെ ഒരു നായിക. അവർക്ക് കൊടുത്തിട്ടുള്ള റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആസിഫ് അലിയാണ്. നമുക്കൊന്നും പറയാനില്ല. ആസിഫ് അലി ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പോകുമ്പോൾ എന്താ പറയുന്നത്, മെച്ചപ്പെടുത്തി പോകില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ആസിഫ് അലിയുടെ ഓരോ സിനിമ കാണുമ്പോഴും കിട്ടുന്നത്. ഇന്നലെ കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട ആസിഫ് അലിയുടെ ഒരു സിനിമ, അതിന് ഇന്ന് ഒരു ആസിഫ് അലി എത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തി, കുറച്ചും കൂടി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി, ഇല്ലെങ്കിൽ ആ തരത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് ആസിഫ് അലി തന്നെ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ആസിഫ് അലി എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ആക്ടർ ആയിട്ട് ആസിഫ് അലി ഇപ്പോൾ ഇങ്ങനെ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലി കുറച്ച് സിനിമകൾക്കുള്ളിൽ തന്നെ അങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ എസ്റ്റാബ്ലിഷ് ആക്കപ്പെടും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ഒരു പൊസിഷനിൽ ആസിഫ് അലിയെ നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അങ്ങനെയാണ് ആസിഫ് അലിയുടെ അഭിനയങ്ങൾ, കഥ തിരഞ്ഞെടുക്കുന്നത്, ആ രീതികളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ സ്റ്റോറി നോക്കുമ്പോൾ സാധാരണയായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പഴകിയ കഥയാണ്. എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം, എന്തൊക്കെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നറിയാം. അപ്പൊ അതൊന്നും വലിയ സസ്പെൻസോ ത്രില്ലറോ അങ്ങനെ വലിയ സംഭവമൊന്നും കഥയുടെ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ കഥ എന്തോ ഒരു വലിയ രീതിയിൽ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ അത്ര ഇല്ല. നമ്മൾ കണ്ട് ശീലിച്ച ഒരു കഥ തന്നെയാണ്. ഒരു ക്രൈം ഡ്രാമ എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള എലമെന്റ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിൽ പക്ഷേ മറ്റൊരു സിനിമയുടെ അണിയറയിലേക്ക് പോയിട്ട്, ഹിസ്റ്ററിയിലോട്ട് പോയി മറ്റൊരു സിനിമയുടെ അണിയറയിൽ പോയി അതുമായി കണക്ട് ചെയ്ത് എന്നിട്ട് പുതുതായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ട് വരിക എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പരിപാടികളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ വളരെയധികം ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ കഥ വൈസ് ബാക്കിയെല്ലാം നോർമൽ, നമ്മൾ കണ്ടു ശീലിച്ച അതേ കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ മേക്കിംഗ്, അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേയും, അതായത് ഇത് പോയി വരുന്ന ഇടങ്ങളുണ്ട്, ചില ബന്ധിപ്പിച്ച് പോയി വരുന്ന ഇടങ്ങളുണ്ട്, അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള, എന്താ പറയുന്നത്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും സിനിമ കഴിയുമ്പോൾ. സിനിമയിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടൊന്ന് വരുന്നതാണ് ഒരു ക്രൈം ത്രില്ലറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കന്യാസ്ത്രീ മഠം, ക്രിസ്ത്യാനിറ്റി, ഇല്ലെങ്കിൽ അതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഡാൻ ബ്രൗണിന്റെ
ഡാവിഞ്ചി കോഡ് വായിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് വേഗം കണക്ട് ആവും. കാരണം അതിനകത്ത് ഡാൻ ബ്രൗൺ ചെയ്യുന്നൊരു പണിയുണ്ട്. അതായത് യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളുമായിട്ട് ചില കാര്യങ്ങളെ കൂട്ടിക്കലർത്തി കുറച്ച് ഭാവനയൊക്കെ ചേർത്ത് കുറച്ച് എഴുതുന്ന ഒരു കഥ. പക്ഷെ അത് അങ്ങ് വരുന്ന സമയത്ത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഒരു മനസ്സിലേക്ക് ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാക്കുന്നത്. ആ ഒരു ഡാവിഞ്ചി കോഡൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അറിയാം. അതിനകത്ത് ഇങ്ങനത്തെയാണ് കുറെ യഥാർത്ഥ സംഭവങ്ങളുണ്ട്. ആ യഥാർത്ഥ സംഭവങ്ങളുടെ പുറകിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി തുന്നിച്ചേർത്തുകൊണ്ട് ഡാൻ ബ്രൗൺ ഒരു കഥ അങ്ങ് മെനയാണ്. അത് ഇന്നും എന്താ പറയുന്നത് ഡിസ്കഷനിൽ കിടക്കുകയാണ്, സത്യമാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിൽ. അപ്പൊ ഈ സിനിമയിലോട്ട് വരുന്ന സമയത്തും ഇങ്ങനെയുള്ള ചില രംഗങ്ങളുണ്ട്. യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾക്ക് പുറകിൽ പോയി അവിടെ നിന്ന് വേറെ ചില സംഭവങ്ങളിലോട്ട് പുതുതായി കൂട്ടിച്ചേർത്ത് ഭാവനയൊക്കെ ചേർത്ത് വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു രീതിയിലുള്ള മേക്കിംഗ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ ടീം മികച്ച രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയും. അതിനകത്ത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും എന്നുള്ളതുകൊണ്ടാണ് അതിലെ ക്യാരക്ടേഴ്സും മറ്റു കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ടെക്നിക്കൽ ടീം വളരെ നന്നായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 2025 ഒരു മികച്ച സിനിമ തന്നെയാണ്. സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു മികച്ച സിനിമയാണ്. മികച്ചൊരു മലയാളം മിസ്റ്ററി ക്രൈം ഡ്രാമ സിനിമയാണ് രേഖാചിത്രം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അത് നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം രസമാവും എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ആ തിയേറ്ററിൽ പോയിരുന്ന് ആ ഒരു മൂഡിൽ ആ ഒരു ഫീലിൽ ഇരുന്ന് അത് കാണുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.